ഈ ഉള്ളൊഴുക്കിൽ ഇപ്പം രണ്ട് തലമുറയിൽപ്പെട്ട ആക്ട്രസ് അവർ രണ്ടുപേരും ഉർവശി ചേച്ചി നമുക്കറിയാം ഒരു സമയത്ത് എല്ലാതരം സിനിമകളിലും അവർ പലതരം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളവരാണ്. ഉള്ളൊഴുക്കിൽ വരുമ്പം പാർവതിയുമായിട്ട് അവർ രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു തലമുറ മാറ്റം പക്ഷേ ഒരു തരത്തിലും അവരെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുക അല്ലേ? തീർച്ചയായിട്ടും അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഷൂട്ടാണ്. പാർവതിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ചേച്ചിയിലൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അവർ രണ്ടുപേരും ഇൻഡസ്ട്രിയിൽ ഒരുപാട് നാളുണ്ടായിട്ടും ഒരിക്കലും ഒരു ഫ്രെയിമിൽ എനിക്ക് തോന്നുന്നില്ല അതിന് മുമ്പ് അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഉള്ളൊഴുക്കിലായിരുന്നു ആദ്യമായിട്ട് അങ്ങനെ വരുന്നത്. അപ്പം രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇമോഷണൽ ഒരു ഡ്രാമ ആയതുകൊണ്ടും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയതുകൊണ്ടും അതിൻ്റെ ഒരു ചലഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ സിനിമയുമല്ല, പകുതിയും വെള്ളത്തിലാണ് നടക്കുന്നത്. അപ്പം രാവിലെ ഒരു വരുമ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുമായിരിക്കും. പിന്നെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരിക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതും വൈകുന്നേരം ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ അതിലായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു സെറ്റിലൊരു കാര്യം എടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് വെക്കാൻ പറയുമ്പം അതൊരു 10 മിനിറ്റിൽ കാര്യം നടക്കുമായിരിക്കും. പക്ഷേ ഇവിടെ ഒരു സാധനം അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ആലോചിക്കണം. ഒരു ക്രെയിൻ കൊണ്ട് പാടത്ത് വെക്കണം അല്ലെങ്കിൽ അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഇത് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അവിടെ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്തിട്ട് വേണം അത് മാറ്റാൻ. അപ്പോൾ വീടിന് 2 ഏക്കർ സ്ഥലം മൊത്തം ഞങ്ങൾ വെള്ളം ഫില്ല് ചെയ്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. രാത്രി മൊത്തം ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ വെള്ളം പമ്പ് ചെയ്യും. രാവിലെ എത്തുമ്പോൾ നമുക്ക് വേണ്ട ഒരു ലെവല് 2-3 ലെവലുണ്ട് ഫ്ലഡിൻ്റെ ലെവലിലേക്ക് എത്തും. എന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം കുറേ സീൻസൊക്കെ വീടിനകത്താകുമ്പം ചേച്ചി തന്നെ പറയും നമുക്ക് അടുത്ത ദിവസം വെള്ളത്തിൽ പോയി ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ. അപ്പം അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഷൂട്ടും പിന്നെ എനിക്കും ഒരു വളരെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ചില സീനൊക്കെ നമുക്കറിയാം, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ സീൻ ഇങ്ങനെ വർക്കാവും എന്നുള്ളത്. പക്ഷേ ചേച്ചി വന്നിട്ട് അത് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇപ്പം ഓഡിയൻസൊക്കെ സിനിമ തിയേറ്ററിൽ വരുമ്പോഴാണ് കാണുന്നത്. നമ്മളത് നേരിട്ട് അവിടെ വെച്ച് തന്നെ ആ പെർഫോമൻസ് കാണാൻ പറ്റുക എന്ന് പറയുന്നൊരു ഭാഗ്യം ഭയങ്കര വലുതാണ്. കാരണം എല്ലാ ഇമോഷൻസും ഭയങ്കര ജെനുവിനായിട്ടും ഭയങ്കര ഓണസ്റ്റായിട്ടുമാണ് ഒരു ചേച്ചിയിലേക്ക് ഒരു വാക്ക് പോയിട്ട് അത് പുറത്തേക്ക് വരുമ്പോൾ അത് ജീവിതത്തിൻ്റെ എവിടേക്കോ തട്ടിയിട്ടാണിത് വരുന്നത്. കാരണം ഈ സിനിമയിൽ നടക്കുന്ന ഓരോ സംഭവത്തിനും റിലേറ്റ് ചെയ്യാൻ ചേച്ചിക്ക് പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഇമോഷനും അങ്ങനെ നമ്മൾ എഴുതി വെച്ചത് ചേച്ചിയിലേക്ക് പോയി വേറൊരു രീതിയിലാണ് അത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ചേച്ചിയും പാർവതിയും തമ്മിലുള്ള സീൻസ് ചെയ്യാനും ഭയങ്കര എൻജോയ് ചെയ്തതാണ്. അതുപോലെ തന്നെ എല്ലാ ആക്ടേഴ്സും എല്ലാവർക്കും പെർഫോം ചെയ്യാനൊരു സ്പേസ് ഉള്ള ഒരു ഫിലിം ആയതുകൊണ്ടും അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉള്ളതുകൊണ്ടും പുതിയ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അപ്പം ആ പുതിയ ആക്ടേഴ്സിനെ ഒക്കെ ചേച്ചിയും പാർവതിയും വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്.